ഒരു നാടൻ ഗ്രീൻ പീസ് കറി, നമ്മുടെ സാധാരണ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കറി. മറ്റൊരു പരീക്ഷണത്തിന് ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു കറിയിലേക്ക് എത്തിപ്പെട്ടത് കേട്ടോ. ഒന്ന് രണ്ട് ചേഞ്ചസും കൂടിയൊക്കെ വരുത്തിയപ്പോൾ നമ്മുടെ ഹോട്ടലുകളിൽ കിട്ടുന്ന അതുപോലത്തെ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടി. അവരിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഈ ഒരു കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ഗ്രീൻ പീസ് ആണ്. അത് കുതിർത്ത് വെക്കുന്നതിന് മുന്നേ ഉള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 4-5 പേർക്കുള്ള കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഗ്രീൻ പീസ് ഓവർനൈറ്റ് കുതിർത്ത് നല്ലോണം വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുത്ത ഗ്രീൻ പീസ് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്രീൻ പീസിന്റെ കൂടെ നമ്മളൊരു ചെറിയ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിന്റെ തിക്നെസ് ശ്രദ്ധിച്ചല്ലോ അല്ലേ, തീരെ ചെറുതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും അതേ വലുപ്പത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കഷ്ണങ്ങളിലേക്ക് പിടിക്കാനുള്ളത് കൊണ്ട് തന്നെ ഉപ്പും പാകത്തിന് ഇപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഗ്രേവിക്ക് വേണ്ടി. പച്ചക്കറി നിൽക്കുന്ന ലെവലിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം, അതിൽ കൂടുതലാവണ്ട. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കളഞ്ഞ് എടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം ടു ലാർജ് സൈസിലുള്ള 2 വല്യുള്ളി വളരെ തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വളരെ മെലിച്ചിട്ട് അരിയുന്നത് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് മീഡിയം ടു ഹൈയിലാണ്. ഉള്ളി ഏകദേശം പകുതി പാകമാവുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വലിയ ഇല ആയതുകൊണ്ടാണ് ഞാൻ ഒരു തണ്ട് എടുത്തത്. ചെറിയ ഇലയാണെങ്കിൽ 2 തണ്ട് എടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് ഏകദേശം ഈ ഒരു പാകം എത്തുന്നവരെ. ഇതിൽ കൂടുതൽ ബ്രൗൺ ആക്കണമെന്നില്ല, നമുക്ക് വേണ്ട ഒരു ടേസ്റ്റ് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യാം, ഇതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. ഇതായപ്പോൾ ഉള്ളിയുടെയും ആ പാത്രത്തിൻ്റെയും ചൂടിൽ കിടന്ന് നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതായപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ പട്ടാണിക്കടലയും മറ്റു വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്ത വെജിറ്റബിൾസിന്ന് ഒരു തവി വെജിറ്റബിൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളിയുടെ കൂടെ ഒരു 1/3 കപ്പ് ഉണ്ടാവും, അത്രേ എടുത്തിട്ടുള്ളൂ ഞാൻ. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയിൽ ഒരു ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കാം. ഇതേപോലെ. ഇനി ഈ മസാലയും നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസും ഒക്കെ ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കണ്ടേ. അതിനുവേണ്ടി ഒരു പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നേരത്തെ അതേ പാൻ മതി, കഴുകൊന്നും ആവശ്യമില്ല. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ഹോട്ട് ആവുമ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കടുകാണ്. കടുകിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/3 കപ്പ് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്തിനാ ഈ മീഡിയം ഹോട്ട് ആവുമ്പോൾ ചേർത്ത് കൊടുക്കുന്നതെന്നല്ലേ, ആ ഒരു ചൂടിൽ തേങ്ങാക്കൊത്ത് പാകമായി വരുമ്പോഴേക്കും കടുകും പൊട്ടിത്തുടങ്ങും, അതിന് വേണ്ടിയിട്ടാണ്. കടുക് ആദ്യമേ നമ്മൾ ഹൈ ഹീറ്റിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കടുക് പൊട്ടും. പിന്നീട് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് ഇളക്കുമ്പോൾ കടുക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-8 സെക്കൻഡ് വഴറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് അരച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെജിറ്റബിൾ വേവിച്ചതിലുള്ള വെള്ളം തന്നെയാണ് മിക്സി കഴുകാനും ഉപയോഗിച്ചത്.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പട്ടാണിക്കടലയും മറ്റ് വെജിറ്റബിൾസും സ്റ്റോക്കോട് കൂടെ ചേർക്കണേ. ഇനി ആ അരപ്പും വെജിറ്റബിൾസും അതിൻ്റെ രുചി മണവും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കുരുമുളക് ഒരു ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചതോ ഇല്ലെങ്കിൽ ക്രഷ് ചെയ്തതോ ആവാം കേട്ടോ, ചതച്ചെടുത്തതോ ആവാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് ഇങ്ങനെ അവസാനം ചേർക്കുന്നതാണ് എനിക്ക് ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ, 2-3 പ്രാവശ്യം വെച്ച് നോക്കിയതിൽ. ഇനി ഞാനിവിടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രിഫറൻസിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം, പക്ഷെ 1/4 കപ്പിൽ കൂടിപ്പോവല്ലേ കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി നല്ലത്, ഇത്രയും ഇൻഗ്രീഡിയൻസിന്. ഇനി ഈ കറി ഒന്ന് തിളയ്ക്കുന്നതിന് മുന്നേ ആയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയില തൂവി കൊടുക്കാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അതില്ലാതെയാണ് ഈ കറി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.